പറഞ്ഞ മാതിരി ഞാൻ തഹ്ലിയോടൊപ്പമാണ്. തഹ്ലിയ ചെയ്തത് എന്താണ്? തഹ്ലിയ ഒരു ഉദ്ഘാടനത്തിന് ഒരു നിലവിളക്ക് കൊളുത്തി. ഇതാണ് അവിടെ ചെയ്തത്. എന്താണ് ഇസ്ലാമിലെ ആളുകൾ പറയും ഇസ്ലാമിക സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയും. സൂംബയുടെ വിവാദം വന്നപ്പോൾ നമ്മളിവിടെ കണ്ടതാണ്. നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. പറയാം ഈ ലോകത്ത് എന്താ ഇസ്ലാമിക സംസ്കാരം മാത്രമേ ഉള്ളൂ? വേറെ ആളുകൾക്കൊന്നും സംസ്കാരമില്ലേ? അത് ശരിയാ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന സാധനം എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇവിടെ തഹ്ലിയ അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു സംഗതിയോട് യോജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. വളരെ തീവ്രമായ ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നും വന്ന ഒരു തഹ്ലിയ അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതിയെ ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വളർച്ചയാണ്. നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. രാഹുലിനുള്ള മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. രാഹുൽ ഇവിടെ വെറുതെ കഷ്ടപ്പെടുകയാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇസ്ലാം എന്താണെന്ന് പച്ചയ്ക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് ജീവിച്ചു വന്ന വ്യക്തി ആണ് ഞാൻ. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാതിരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം എന്തും ഇസ്ലാം എന്താണ് സമൂഹത്തിന് ഉണ്ടാക്കുന്ന കുഴപ്പമൊന്നും കൃത്യമായിട്ട് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ ജിഹാദ് എന്നൊക്കെ പറയുന്നത് നന്മയാണെന്നും പറഞ്ഞ് ബാധിച്ചാണെന്ന് രാഹുലിന് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചന്ദ്രൻ തൊടിയിലെ കാരണവന്മാര് പണ്ട് എവിടെയൊക്കെ വിതച്ചിട്ടുണ്ടോ അതൊക്കെ കൊയ്തിട്ട് അവൻ പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ രാഹുൽ ഇത് ഏറ്റെടുക്കുക. ഈ പറയുന്ന അമീറിനെ കൊണ്ടും അല്ലെങ്കിൽ ഹമീദിനെ കൊണ്ടും അല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റു മതജീവികളെ കൊണ്ട് രാഹുൽ ഈശ്വർ തിരുത്തി പറയിപ്പിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അവർക്ക് ഒരു മുസ്ലിമിനെ ഇസ്ലാമിന് അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിനെ കൊണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് കൂറ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നതായാലും വന്ദേ മാതരം എന്ന് പറയുന്നതായാലും അതിനൊന്നും ഇല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്ത് തന്നെ ആയാലും ഇതൊന്നും പാടുന്നത് എന്നാ പിന്നെ അവർ പാടട്ടെന്നേ, എന്നാ പിന്നെ അത് പാടട്ടെന്നേ, അതല്ലേ വേണ്ടത്. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. വലിയ അബ്ദുൽ കലാം കേൾക്ക് അതൊക്കെ ശരിയാണ്. അത് പറഞ്ഞ ആളെ കാഫിറാക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. എവിടെ ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആ അകക്കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അതൊരു മുസ്ലിമിനെ ജീവിക്കാൻ അനുവദിക്കില്ല. അവൻ ഏതു നേരവും ഇങ്ങനെ താലിബാനിസിലേക്ക് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും. അവൻ താടി മീശ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മീശ പഠിച്ചു കളയാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുക. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇവിടെ ഇറക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന നമ്മളുടെ പിന്നാലെ കൂടാതെ അവരെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് രാഹുൽ ഈശ്വർ കൂടെ കൂടുന്നതെന്നാണ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് അതിന് ചെയ്യുന്നതിന് പകരം സൗദി അറേബ്യയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഇന്തോനേഷ്യയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെ തിരുത്താൻ കഴിയില്ല. അവർ റൈറ്റ് അവേ അതിനെ റദ്ദാക്കും. കാരണം അവർ ഇവിടെ തന്നെ പറഞ്ഞു ഇതാണോ ഞങ്ങളുടെ ഇസ്ലാം എന്നാ ചോദിക്കും. ഇവരുടെ ഇസ്ലാം ഏതാണ്? ആ ഇസ്ലാം ഈ താലിബാൻ ഫോളോ ചെയ്യുന്ന ഇസ്ലാം. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഞാൻ പൂർണ്ണമായും ഫാത്തിമ തഹ്ലിയോടൊപ്പമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരെയും അപരവൽക്കരിക്കുകയും അരികവൽക്കരിക്കുകയും ചെയ്യരുത്. ഇവനെന്താ ഇങ്ങനെ? ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂർ കാണിക്കാതിരിക്കുമോ? അവിടെ ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന അനിൽ വിളയിൽജിയും ഞാനും ഏറ്റവും സന്തോഷത്തോടെ വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് അസീമുള്ള ഖാൻ എന്നൊരു മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷനാണ്. പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ജയ് ഹിന്ദ് ആബിദ് ഹസൻ സഫ്രാനി എന്ന നേതാജിയുടെ സുഹൃത്തായ ഒരു മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷനാണ്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. ആദ്യം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഫാത്തിമ തഹ്ലിയ അവിടെ നിലവിളക്ക് കൊളുത്തിയതിന് എതിരല്ല, കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അമീറിനെ തെറ്റിദ്ധരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അത് എല്ലാവർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവകാശം കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് കിട്ടണം. രാഹുൽ ഈശ്വർ വീണ്ടും എടുത്തു പറയുന്നത് അപരവൽക്കരിക്കാൻ പാടില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസി ഇന്ത്യയിൽ ആ മതവിശ്വാസം പൊതുവേദികളിൽ പാലിക്കുന്നത് കൊണ്ട് അത് 2 മതങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഒരു വിടവുണ്ടാക്കുക? ഒരു മുസ്ലിം ഒരു പൊതുവേദിയിൽ എത്തിയാൽ അവൻ വിളക്ക് കൊളുത്തിയിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി കാണുന്നവർക്ക് എന്തിനാണ്? അങ്ങനെ പൊതുവേദിയാണ്. പൊതുവേദി മതേതര വേദിയാണ്. പൊതുവേദി വിളക്ക് കത്തിക്കരുതെന്ന് അങ്ങനെ ഒരു അനുശാസനമോ ഫത്വയോ? വിളക്ക് കത്തിക്കരുത് എന്നല്ല, അത് അങ്ങനെയല്ല അതിന് എടുക്കേണ്ടത്. മതശാസ്ത്രം എന്നൊക്കെ പിന്നെ രാഹുൽ ഈശ്വർ കേരളത്തിൽ മുസ്ലിം പക്ഷത്തിന് വേണ്ടി ഒരുപാട് ഡിബേറ്റ് നടത്തിയ ആളല്ലേ. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. നിനക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ അത് പറ. ഈ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. ഇന്ന് ഇത് നിലവിളക്ക് എന്നുള്ളത് ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നതല്ല.
വിശ്വാസം ഹനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും അതിൽ നിന്ന് വിട്ടു നിൽക്കണം, അതിൽ നിന്ന് വിട്ടു നിന്നേ പറ്റുള്ളൂ. അയ്യോ മലയാളിയാണോ എന്നാ വിടണ്ട കാരണം അതില് ബഹുദൈവ ആരാധനയുടെ അംശം വരുന്നുണ്ട്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. വിളക്കിലുള്ള അഗ്നി എന്നുള്ള ഒരു സൃഷ്ടിയാണ്. അമീർജി ഒരു സെക്കൻഡ്, അമീർജി അല്ലല്ല, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അയ്യപ്പന്റെ സുഹൃത്തായ വാവർക്ക് വിഗ്രഹാരാധന പാടില്ലാത്തത് കൊണ്ട് അവർക്ക് ഷിർക്കാരെന്ന് വിചാരിച്ച് വിഗ്രഹം പോലും വെക്കാതെ ആദരിക്കുന്ന ഒരു നിങ്ങളെ പാടേ ഞാൻ ഇവിടെ ഉണ്ട്. അത് ഷിർക്കാണ്, അത് ബിദ്അത്താണ്, അത് ഷിർക്കാണ് രാഹുൽ. പ്രശ്നമില്ല, അതൊക്കെ സ്വന്തം പലടെ കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. ചെയ്യാം. അത് ചോദിക്കേ, അത് അമീർ എടുക്കില്ല, അത് തള്ളിയ ആളാണ് അമീർ. ചെയ്യാതിരിക്കുന്നവർക്ക് അതിനുള്ള അവകാശം കൂടി വകവെച്ച് കൊടുക്കണം. അതും കൂടി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കലുണ്ട് കേട്ടോ. ലളിതമായിട്ട് പറഞ്ഞാൽ ഈ മതവിശ്വാസം പാലിക്കുന്നവരെ വിമർശിക്കരുത് എന്നുള്ളതാണ്. അതാണ് അറ്റാക്ക്, ആക്രമിക്കരുത്. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? അതെ, ഈ പറയുന്ന സംഗതി സംഘികൾക്ക് ബാധകമാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി നിങ്ങളല്ലേ തഹ്ലിയോട് വിളക്ക് കത്തിക്കരുതെന്ന് പറയുന്നത്? ഇതൊരു ഭീഷണിപ്പെടുത്തലല്ലേ ശ്രീ അമീർ? ശ്രീ അല്ല ഹമീദ് ആയിരിക്കും കുറച്ചുകൂടി. ഹമീദ് ഇതൊരു ഭീഷണിപ്പെടുത്തലിന്റെ രൂപത്തിലല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആരെങ്കിലും ചെയ്താൽ ആ ഭീഷണിയുടെ അളവ് കൂടും, അതുകൊണ്ട് അവർ സമ്മർദ്ദത്തിലാവും. അതല്ലേ ശരിക്കും ശ്രീ അബ്ദുൽ ഹബീബ് സംഭവിക്കുന്നത്? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്ത് കീലേരി അച്ഛനോ പുത്തരിയല്ല. ഇതെന്തായി കാണുന്നത്? ഇത് സമസ്ത പറഞ്ഞ സാധനല്ലേ? എന്തായി കാണുന്നത്? വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമയിൽ തട്ടി മൂളിക്കണം. അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം എന്ന് പറയുമ്പോ ഇതൊരു ഭീഷണി തന്നെയല്ലേ? വിശ്വാസ സ്വാതന്ത്ര്യം തഹ്ലിയക്കില്ലേ? ഇസ്ലാമിക കാര്യങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. ഇത് തഹ്ലിയോട് വർജിക്കണം എന്നാ പറയുന്നത്. ഈ തഹ്ലിയോട് തന്നെയല്ലേ പറഞ്ഞത്? ആ സമസ്ത പറഞ്ഞിരിക്കുന്നു, ഹുസൈൻ സലഫി പറഞ്ഞിരിക്കുന്നു. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഹുസൈൻ സലഫി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിട്ടുണ്ട് കാര്യം. അതായത് ഇവിടെ പറയുന്നത് കേട്ടു, പൊതുവേടങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ മുസ്ലിമിന് വിട്ട്. പൊതുവേടം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അത് ഡിഫൈൻ ചെയ്യണം. പൊതുവേടം എന്ന് പറഞ്ഞാൽ അത് മതേതര ഇടമാണ്. 100% ഞാൻ യോജിക്കുന്നു. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.